ബൈബിൾ പഠനം നിയമാവർത്തന പുസ്തകം പഞ്ചഗ്രന്ഥിയിലെ 5-ാമത്തെ പുസ്തകമാണ് നിയമാവർത്തന ഗ്രന്ഥം. ഇതിൻ്റെയും രചനാകർത്തൃത്വം മോശയുടെ മേലാണ് ആരോപിക്കപ്പെടുന്നത്. നിയമാവർത്തനം എന്ന പേര് സപ്തതി വിവർത്തനത്തിൽ നിന്നാണ് വരുന്നത്. നിയമാവർത്തനം 17-18 ആസ്പദമാക്കിയാണ് ഈ പേര് നൽകപ്പെട്ടത്. ഹീബ്രു ഭാഷയിൽ ഇതിൻ്റെ പേര് എല്ലേ ഹദവറിം, ഇതാണ് വാക്കുകൾ എന്നർത്ഥം, എന്നായിരുന്നു പേര്. നിയമാവർത്തന പുസ്തകത്തിൽ വിവരിച്ചിരിക്കുന്ന സംഭവങ്ങൾ മോശയുടെ കാലഘട്ടത്തിൻ്റെ അവസാനത്തിലും ഇസ്രായേല്യർ വാഗ്ദത്ത ഭൂമിയിൽ പ്രവേശിക്കുന്നതിന് തൊട്ടുമുമ്പും സംഭവിക്കുന്ന കാര്യങ്ങളാണ്. ഈജിപ്തിൽ നിന്ന് പുറത്തു വന്ന തലമുറയോടല്ല മോശ സംസാരിക്കുന്നത്, മരുഭൂമിയിൽ ജനിച്ച പുതിയ തലമുറയോടാണ്. വാഗ്ദത്ത ദേശത്ത് വിശ്വസ്തയോടെ ജീവിക്കേണ്ടതിൻ്റെ പ്രാധാന്യം ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കുന്നതിനാണ് ഇത്. ഭൂതകാല സംഭവങ്ങൾ വിവരിക്കുന്നത്. പുറപ്പാടിൻ്റെ 2-ാം തലമുറയെയാണ് മോശ അഭിസംബോധന ചെയ്യുന്നതെന്ന് ഗ്രന്ഥത്തിൽ നിന്ന് വ്യക്തമാണ്. യഹോവയെ അനുസരിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്നവർ കാനാൻ ദേശത്ത് പ്രവേശിക്കുകയും അതിനെ കീഴടക്കുകയും ചെയ്യും. നിയമാവർത്തന പുസ്തകത്തിൻ്റെ യഥാർത്ഥ സ്വീകർത്താക്കൾ ഈ 2-ാം തലമുറയാണ്. ആ തലമുറയ്ക്കും തുടർന്നുള്ള തലമുറകൾക്കും വേണ്ടിയുള്ള നിർദ്ദേശങ്ങളാണ് മോശയുടെ പ്രസംഗങ്ങളിൽ കാണുന്നത്. രചനയുടെ കാലഘട്ടം നോക്കാം. ഈ ഗ്രന്ഥം മോശയാണ് രചിച്ചതെന്ന വാദത്തെ ആനുകാലിക ബൈബിൾ പണ്ഡിതന്മാർ അംഗീകരിക്കുന്നില്ല. നിയമാവർത്തന ഗ്രന്ഥത്തിലെ നിയമസംഹിത ജോസിയായുടെ ഭരണകാലത്ത് ഹിൽക്കിയ പുരോഹിതൻ ദേവാലയത്തിൽ നിന്നും കണ്ടെടുത്തതാണ്. 2 രാജാക്കന്മാർ 22-ാം അധ്യായം 8 തുടങ്ങി 30 വരെയുള്ള വാക്യങ്ങൾ. ഇത് എല്ലാവരും സമ്മതിക്കുന്നുണ്ട്. കാരണം ജോസിയായുടെ മതനവീകരണത്തിന് ഇതുമായി ഏറെ ബന്ധമുണ്ട്. 2 രാജാക്കന്മാർ 23-ാമത്തെ അധ്യായം 1 തുടങ്ങി 24 വരെയുള്ള വാക്യങ്ങൾ വ്യക്തമാണ്. ഇസ്രായേലിൻ്റെ നിയമ പാരമ്പര്യങ്ങൾ തന്നെയാണ് നിയമാവർത്തന ഗ്രന്ഥത്തിലെ നിയമസംഹിതകളുടെ ഉള്ളടക്കം. BC 721 ഇസ്രായേൽ തകർന്നടിഞ്ഞപ്പോൾ ഈ നിയമസംഹിത ജെറൂസലേമിലേക്ക് കൊണ്ടുപോയി. ഇതിൻ്റെ സംരക്ഷണം ലേവായ പുരോഹിതന്മാരുടെ ദൗത്യമായിരുന്നു. ഹിൽക്കിയ കണ്ടെത്തിയ നിയമസംഹിത പൂർണ്ണമായും ലേവായ പുരോഹിതന്മാരുടേതാവണമെന്നില്ല, ജെറൂസലേമിലെ മറ്റു പുരോഹിതന്മാരുടേതു കൂടിയാകണം. നിയമാവർത്തന ഗ്രന്ഥത്തിൻ്റെ ഉള്ളടക്കത്തെ വിശദമായി പരിശോധിക്കുമ്പോൾ ഇതിൽ ഏറെ അഴിച്ചുപണികളും കൂട്ടിച്ചേർക്കലുകളും ക്രോഡീകരണവും നടന്നിട്ടുണ്ടെന്ന് വ്യക്തമാണ്. ഗ്രന്ഥത്തിൻ്റെ അവസാന അധ്യായങ്ങൾ, അതായത് 27 തുടങ്ങി 34 വരെയുള്ള അധ്യായങ്ങൾ തമ്മിൽ സുദൃഢമായ ബന്ധമില്ല. അതിനാൽ ഇവ കാലാന്തരത്തിൽ കൂട്ടിച്ചേർത്തതാണ് എന്ന അഭിപ്രായവുമുണ്ട്. ഒരാമുഖത്തോടു കൂടിയ മോശയുടെ അന്ത്യപ്രഭാഷണം, അതായത് 29-ാമത്തെ അധ്യായം ആമുഖപ്രഭാഷണത്തോട് ചേർന്ന് പോകുന്നതല്ല. പ്രവാസകാലത്തെക്കുറിച്ചുള്ള അവ്യക്ത സൂചനകൾ ഇതിൽ കാണുന്നതിനാൽ ഈ ഭാഗം ഗ്രന്ഥത്തിൻ്റെ ദ്വിതീയ ക്രോഡീകരണത്തിൽ ചേർക്കപ്പെട്ടതാവാനാണ് സാധ്യത. അനുഗ്രഹങ്ങളുടെയും ശാപത്തിൻ്റെയും വാക്കുകൾ വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നുണ്ട്. ഇതും ക്രോഡീകരണം നടന്നതായുള്ള വാഗ്ദത്തെ സാധൂകരിക്കുന്നുണ്ട്. നിയമാവർത്തനം 31-14 മുതൽ ആരംഭിക്കുന്ന വിവരണങ്ങൾ യഥാർത്ഥ ഗ്രന്ഥത്തിൻ്റെ ഭാഗമായിരിക്കാൻ സാധ്യതയില്ല. ഇത് പഞ്ചഗ്രന്ഥിക്ക് പൊതുവായുള്ള ഒരു ഉപസംഹാരമായി കരുതാം. നിയമാവർത്തന ഗ്രന്ഥത്തിൻ്റെ ക്രോഡീകരണം മറ്റ് പഴയ നിയമഗ്രന്ഥങ്ങളെയും ഏറെ സ്വാധീനിച്ചിട്ടുണ്ട്. ആധുനിക പണ്ഡിതന്മാരുടെ അഭിപ്രായത്തിൽ ജോഷുവ മുതൽ 2 രാജാക്കന്മാർ വരെ ഒരു നിയമാവർത്തന ചരിത്രമായി കണക്കാക്കാം. വിപ്രവാസ അനന്തരം നിയമാവർത്തന ഗ്രന്ഥം ക്രോഡീകരിച്ചവർ തന്നെ ഈ ഗ്രന്ഥങ്ങളിലും അഴിച്ചുപണികൾ നടത്തിയിട്ടുണ്ടാകാം. ഇവർ സ്വന്തമായ ചരിത്രരചനയല്ല, പകരം നിലവിലിരുന്ന അറിവിൻ്റെയും സങ്കേതങ്ങളുടെയും സഹായത്തോടെ നിയമാവർത്തന ഗ്രന്ഥത്തിൻ്റെ ദർശനങ്ങൾ മറ്റു ഗ്രന്ഥങ്ങളിലേക്കും സന്നിവേശിപ്പിക്കുകയാണ് ചെയ്തതെന്ന് വേണം മനസ്സിലാക്കാനായിട്ട്. ഉള്ളടക്കത്തിലേക്ക് വരുമ്പോൾ മോശയുടെ 3 നീണ്ട പ്രഭാഷണങ്ങൾ അടങ്ങിയതാണ് ഈ പുസ്തകം. ഇവയിൽ ഓരോന്നിലും വ്യത്യസ്ത അനുപാതത്തിൽ വിവരണവും നിയമവും പ്രബോധനവും അടങ്ങിയിരിക്കുന്നു. വാഗ്ദത്ത ദേശത്ത് സ്ഥിരതാമസമാക്കിയ ശേഷം ഒരു ജനതയെന്ന നിലയിൽ അവരുടെ ജീവിതം എങ്ങനെ വിജയിപ്പിക്കാമെന്ന് ഇസ്രായേലരോട് പറഞ്ഞു കൊടുക്കുന്നു. കർത്താവിനെ അനുഗ്രഹിക്കുകയും കർത്താവിനെ സ്നേഹിക്കുകയും അവിടുത്തെ കൽപ്പനകൾ പാലിക്കുകയും ചെയ്യുക, അല്ലെങ്കിൽ മറ്റു ദൈവങ്ങളെ സേവിക്കുക എന്നതാണ് ഇസ്രായേലിന് മുന്നിൽ മോശ അവതരിപ്പിക്കുന്ന തിരഞ്ഞെടുപ്പ്. ആ തിരഞ്ഞെടുപ്പ് അവരുടെ ഭാവിയെ നിർണ്ണയിക്കും. ഒരു ജനതയെന്ന നിലയിൽ അവർ തിരഞ്ഞെടുക്കുന്ന എന്തും
അനന്തരഫലങ്ങൾ വഹിക്കുന്നതാണ്. ഇസ്രായേലിനുള്ള ജീവിത നിർദ്ദേശങ്ങളുമായി ഈ പുസ്തകത്തെ കാണാൻ കഴിയും. എങ്ങനെ ജീവിക്കണം, എന്തൊഴിവാക്കണം എന്നതാണ് മോശ പറഞ്ഞു കൊടുക്കുന്ന പ്രധാനപ്പെട്ട കാര്യം. നിയമാവർത്തന പുസ്തകത്തിൻ്റെ ആഖ്യാന ശൈലിയുടെ ഏറ്റവും ശ്രദ്ധേയമായ സവിശേഷത അതിൻ്റെ ഉദ്ബോധനപരവും ഉപദേശപരവുമായ പ്രബോധന സ്വഭാവമാണ്. നിയമാവർത്തനം ഭാവിയിലേക്കുള്ള മാർഗനിർദ്ദേശം നൽകുന്ന പുസ്തകമാണ്. ഭൂതകാലത്തിൻ്റെ ഒരു രേഖയായിട്ടല്ല, മറിച്ച് ഭാവിയിലേക്കുള്ള ഒരു വഴികാട്ടിയായിട്ടാണ് നിയമാവർത്തനം രചിക്കപ്പെട്ടിരിക്കുന്നത്. അതിനാൽ മുഖ്യമായും പ്രസംഗ ശൈലിയാണ് പുസ്തകം അവലംബിക്കുന്നത്. മോവാബ് സമതലത്തിൽ നടന്ന സീനായ് ഉടമ്പടി പുതുക്കലാണ് നിയമാവർത്തന പുസ്തകത്തിൻ്റെ സന്ദർഭം. രണ്ട് പ്രധാന വീക്ഷണങ്ങളുടെ പശ്ചാത്തലത്തിൽ വേണം ഈ പുസ്തകത്തിൻ്റെ സന്ദേശങ്ങൾ മനസ്സിലാക്കാൻ. ആദ്യത്തേത് ഉടമ്പടി സമൂഹത്തിലെ നേതൃത്വ പിന്തുടർച്ചയുടെ വിഷയവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. മോശയുടെ മരണസമയം അടുത്തു വരികയും ജോഷുവ സമൂഹത്തിൽ നേതൃത്വം ഏറ്റെടുക്കുകയും ചെയ്യുന്നു. രണ്ടാമത്തേത് വർഷങ്ങളുടെ തയ്യാറെടുപ്പിനും ഒരുക്കത്തിനും ശേഷം പൂർവ്വപിതാക്കന്മാർക്ക് നൽകിയ വാഗ്ദാനങ്ങൾ പൂർത്തീകരിക്കപ്പെടുന്നതിൻ്റെ പശ്ചാത്തലമാണ്. ഇസ്രായേൽ ജനത്തെ നയിക്കാൻ ഇനി താൻ അവരോടൊപ്പമില്ല എന്ന സത്യം ജനത്തെ ബോധ്യപ്പെടുത്തിക്കൊണ്ടാണ് പുസ്തകത്തിലുടനീളം മോശ സംസാരിക്കുന്നത്. അനുസരണത്തിനും വിശ്വസ്തതയ്ക്കും പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള പ്രബോധനത്തിൻ്റെ പ്രസക്തി ഈ പശ്ചാത്തലത്തിൽ വേണം മനസ്സിലാക്കാൻ. നിയമാവർത്തനം ഒരു ഉടമ്പടി പുതുക്കൽ രേഖയാണ്. ദൈവം ഉടമ്പടിയുടെ ആരംഭകനും ഇസ്രായേൽ ഉടമ്പടി സ്വീകർത്താവുമാണ്. ദൈവവും അവിടുത്തെ തിരഞ്ഞെടുക്കപ്പെട്ട ജനവും തമ്മിലുള്ള ബന്ധമാണ് ഉടമ്പടി. ഉടമ്പടി ബന്ധത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഇസ്രായേൽ അവിടുത്തെ കൽപ്പനകൾ അനുസരിക്കേണ്ടതിൻ്റെ ആവശ്യകത നിയമാവർത്തനം ദീർഘമായി വിവരിക്കുന്നു. ഇസ്രായേലിനെ സൃഷ്ടിച്ചതും അവളെ ഈജിപ്തിൽ നിന്ന് വീണ്ടെടുക്കുന്നതും മരുഭൂമിയിലൂടെ സുരക്ഷിതമായി നയിച്ചതും വാഗ്ദത്ത ദേശം അവർക്കായി അവകാശമായി നൽകുകയും ചെയ്ത ദൈവത്തോട് ഇസ്രായേൽ പൂർണ്ണമായും കടപ്പെട്ടിരിക്കുന്നു. യോഗ്യതയോടെ മാനദണ്ഡമനുസരിച്ചായിരുന്നില്ല, മറിച്ച് തൻ്റെ സ്നേഹത്തിലും കരുണയിലുമാണ് ദൈവം ഇസ്രായേലിനെ തിരഞ്ഞെടുത്തത്. ഇസ്രായേലിന് ദൈവത്തോടുണ്ടാകേണ്ട തീവ്രവും സവിശേഷവുമായ വിശ്വസ്തതയാണ് പുസ്തകത്തിലെ പ്രധാന വിഷയം. കർത്താവിനെ മാത്രം ആരാധിക്കാനും വിജാതീയരുടെ ആചാരം ഒഴിവാക്കാനും മോശ ഇസ്രായേലിനെ നിരന്തരം ഉദ്ബോധിപ്പിക്കുന്നു. മറ്റു ദൈവങ്ങളെ ആരാധിക്കുന്നത് ഇസ്രായേലിനെ നാശത്തിലേക്കും പ്രവാസത്തിലേക്കും നയിക്കുമെന്ന മുന്നറിയിപ്പും നിയമാവർത്തനം നൽകുന്നു. ഉടമ്പടിയോടുള്ള അതിൻ്റെ പ്രതികരണം അനുസരണത്തിൻ്റെയും വിശ്വസ്തതയുടേതുമായിരിക്കണം. ബാഹ്യമായ ആചാരാനുഷ്ഠാനങ്ങളെക്കാൾ ഉപരി നിയമത്തിൻ്റെ ഹൃദയപൂർവമായ നിർവഹണമാണ് പ്രധാനപ്പെട്ടത് എന്ന വ്യക്തമായ സന്ദേശം ജനത്തിന് നൽകുക എന്നതാണ് ഗ്രന്ഥകർത്താവിൻ്റെ ലക്ഷ്യം. കർത്താവിൻ്റെ നിയമമനുസരിച്ച് ജീവിക്കണമെന്ന അനുശാസനമാണ് പുസ്തകത്തിൻ്റെ അന്തഃസത്ത. വിവിധങ്ങളായ നിയമങ്ങൾ നൽകുകയും അവയുടെ കർശനമായ അനുസരണം ആവശ്യപ്പെടുകയും ചെയ്യുമ്പോഴും ബാഹ്യമായ അനുസരണത്തേക്കാൾ ആന്തരികമായ ഭാവത്തിനാണ് പുസ്തകം പ്രാധാന്യം നൽകുന്നത്. പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും കൂടെ ദൈവത്തെ സ്നേഹിച്ചാരാധിക്കണം എന്ന ഉപദേശം സ്നേഹത്തിൽ അധിഷ്ഠിതമായ മതാത്മകതയ്ക്ക് നിയമാവർത്തനം നൽകുന്ന പ്രാധാന്യം എടുത്തു കാണിക്കുന്നു. ഒരു ദൈവം, ഒരു നിയമം, ഒരു ആരാധന, ഒരു ദേവാലയം എന്നാണ് നിയമാവർത്തനത്തിൻ്റെ കാഴ്ചപ്പാട്. ഏകദൈവ വിശ്വാസവും ഏകദൈവ ആരാധനയും പുസ്തകത്തിൻ്റെ കാതലായ സന്ദേശമാണ്. ഇതിൻ്റെ ഘടന നോക്കാം. നിയമാവർത്തന പുസ്തകം മോശ തൻ്റെ ജീവിതത്തിൻ്റെ അവസാന കാലത്ത് ഇസ്രായേലിന് നൽകിയ പ്രഭാഷണങ്ങളും ഹ്രസ്വ വിവരണങ്ങളും ഉൾക്കൊള്ളുന്നുവെങ്കിലും നിയമാവർത്തന ഗ്രന്ഥത്തിൻ്റെ അവസാന ക്രോഡീകരണം നടക്കുന്നത് ബാബിലോൺ പ്രവാസ കാലഘട്ടത്തിൽ ആയിരിക്കാമെന്നാണ് പണ്ഡിതമതം. ബാബിലോൺ പ്രവാസത്തിൽ കഴിയുന്ന ജനതയ്ക്ക് ചരിത്ര സംഭവങ്ങളുടെ വിലയിരുത്തലും ഉടമ്പടിയുടെയും മോശയിലൂടെ നൽകപ്പെട്ട നിയമങ്ങളുടെയും വിശദീകരണവുമാണ് ഗ്രന്ഥകർത്താവ് നൽകുന്നത്. വിപ്രവാസത്തിൽ നിന്ന് തിരിച്ചു വന്ന ജനതയ്ക്ക് ഇനിയൊരു ദുരന്തം സംഭവിക്കാതിരിക്കാൻ നൽകപ്പെട്ട പ്രബോധനങ്ങളാണ് ഈ പുസ്തകത്തിൽ കാണുന്നത്. മോശയുടെ സുദീർഘമായ 3 പ്രസംഗങ്ങളാണ് പുസ്തകത്തിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. നിയമാവർത്തന പുസ്തകം താഴെ പറയുന്ന രീതിയിൽ വേണമെങ്കിൽ വിഭജിക്കാവുന്നതാണ്. ഒന്നാമത്തേത് 1 തുടങ്ങി 5 വരെയുള്ള അധ്യായങ്ങൾ, അത് തലക്കെട്ടുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അടുത്തത് 1-ാമത്തെ അധ്യായം 6-ാമത്തെ വാക്യം തുടങ്ങി 4-ാമത്തെ അധ്യായം 43-ാമത്തെ
അതുപോലെ തന്നെ 43-ാമത്തെ അധ്യായവും. അത് ആദ്യ പ്രഭാഷണമാണ്. 4-ാമത്തെ അധ്യായം 44-ാമത്തെ വാക്യം തുടങ്ങി 28 അധ്യായം വരെയുള്ളത് 2-ാം പ്രഭാഷണമാണ്. അത് മൊവാബിൽ നടത്തിയ ഉടമ്പടിയാണ്. 29-30 അധ്യായങ്ങൾ 3-ാം പ്രഭാഷണമാണ്. അത് മൊവാബിൽ ചെയ്ത ഉടമ്പടി പാലിക്കാനുള്ള ഉദ്ബോധനങ്ങളാണ്. 31 തുടങ്ങി 34 വരെയുള്ള അധ്യായങ്ങൾ ഉപസംഹാരവും മോശയുടെ അവസാന നാളുകളുമാണ്. നിയമാവർത്തന ഗ്രന്ഥത്തിൻ്റെ പ്രാധാന്യം എന്താണെന്ന് നോക്കാം. ആദിമ ക്രിസ്ത്യാനികൾ നിയമാവർത്തന ഗ്രന്ഥത്തോട് ഏറെ ആഭിമുഖ്യം പുലർത്തിയിരുന്നു. പുതിയ നിയമത്തിൽ ഇതിൽ നിന്നും 80ഓളം ഉദ്ധരണികൾ കണ്ടെത്താൻ സാധിക്കും. പഴയ നിയമത്തെയും പ്രവാചകന്മാരെയും ദൈവസ്നേഹത്തിലും പരസ്നേഹത്തിലും ഈശോ ഒതുക്കി അവതരിപ്പിച്ചപ്പോൾ അവിടുന്ന് ശ്രദ്ധിക്കുന്നത് നിയമാവർത്തന പുസ്തകത്തിലാണ്. പ്രലോഭകനെ എതിരെ ആഞ്ഞടിച്ചപ്പോഴും ഈശോ നിയമാവർത്തന ഗ്രന്ഥത്തിൽ നിന്ന് ഉദ്ധരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. സീനായ് മലയിൽ വെച്ച് ദൈവം മോശയ്ക്ക് വെളിപ്പെടുത്തിയ സത്യങ്ങളുടെ അവതരണമാണ് നിയമാവർത്തന പുസ്തകത്തിലുള്ളത്. ഇസ്രായേൽ ജനതയുടെ വിശ്വാസവും ദൈവവുമായുള്ള ബന്ധവും പ്രത്യേക ശ്രദ്ധയർഹിക്കുന്ന വിഷയങ്ങളാണ്. അനുഗ്രഹത്തിൻ്റെ ഉറവിടമായി എടുത്തു കാട്ടുന്നത് അവിഭക്തമായ ഹൃദയത്തോടെ ദൈവത്തിന് നൽകുന്ന ആരാധനയാണ്. ഇതിൻ്റെ ചൂട് പിടിച്ചാണ് പുതിയ നിയമത്തിൽ ദൈവസ്നേഹവും പരസ്നേഹവും അവതരിപ്പിച്ചിരിക്കുന്നത് എന്നത് പുതിയ നിയമത്തിൽ ഈ നിയമാവർത്തന ഗ്രന്ഥത്തിനുള്ള പ്രസക്തി വർദ്ധിപ്പിക്കുന്നുണ്ട്.